കയ്യിൽ ഒരു ബാഗുമായി ശനിയാഴ്ച പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ മദ്യപിച്ച് ഒരു യുവാവ് കയറി വന്നു. പേര് ബവിൻ. പോലീസുകാർ കാര്യം തിരക്കിയപ്പോൾ പരസ്പര വിരുദ്ധമായാണ് ബവിൻ സംസാരിച്ചത്. എങ്കിലും തന്റെ കാമുകി പ്രസവിച്ച കുട്ടികളുടെ അസ്ഥിയാണ് ഈ ബാഗിലുള്ളത് എന്ന് അവൻ പറഞ്ഞൊപ്പിച്ചു. ആദ്യം പോലീസ് ഇത് കാര്യമാക്കിയില്ലെങ്കിലും ബാഗ് പരിശോധിച്ചപ്പോൾ അസ്ഥികൾ കിട്ടി. അമ്പരന്ന പോലീസുകാർ കാമുകിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു. ഉടൻ തന്നെ പോലീസുകാർ ഉന്നത ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ച് വെള്ളിക്കുളങ്ങര നൂലുവള്ളി മുല്ലക്കപ്പറമ്പിൽ അനീഷയെ കസ്റ്റഡിയിലെടുത്തു. പ്രസവിച്ചപ്പോൾ കുഞ്ഞ് മരിച്ചുവെന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത്. 2 തവണ പ്രസവിച്ചതായും അനീഷ മൊഴി നൽകി. ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യലിൽ തന്നെ പോലീസിന് മൊഴികളിൽ പൊരുത്തക്കേട് ബോധ്യപ്പെട്ടിരുന്നു. യുവതിയുടെയും യുവാവിന്റെയും ബന്ധം, എങ്ങനെയാണ് മരണം സംഭവിച്ചത്, ഈ സംഭവത്തിൽ വീട്ടുകാർക്ക് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരാൻ ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്തു. ഇതോടെയാണ് പ്രസവിച്ചയുടൻ കുഞ്ഞിനെ കൊല്ലുകയായിരുന്നുവെന്ന് അനീഷ കുറ്റസമ്മതം നടത്തിയത്. ഇനി കേസിന്റെ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് അനീഷ ബവിൻ ബന്ധത്തിൽ വിള്ളൽ വീണത് എങ്ങനെയാണ് എന്ന് പറയാം. 2020 ഫേസ്ബുക്ക് വഴിയാണ് ബവിൻ അനീഷയുമായി പരിചയത്തിലാകുന്നത്. ITI പഠനത്തിന് ശേഷം ഡ്രസ് വർക്കുകളും പ്ലംബിംഗ് ജോലികളും ചെയ്യുന്നയാളാണ് ബവിൻ. ലാബ് ടെക്നീഷ്യയായി ജോലി ചെയ്യുകയായിരുന്നു അനീഷ. ബന്ധം വളർന്നതോടെ അനീഷ ഗർഭിണിയായി. അനീഷയുടെ വീട്ടിലെ ശൗചാലയത്തിൽ 2021 നവംബർ 6 ആദ്യത്തെ പ്രസവം നടക്കുന്നത്. ഈ കുഞ്ഞിനെ വീട്ടുപറമ്പിൽ രഹസ്യമായി കുഴിച്ചിട്ടു. ബവിനെ കൂടി അറിയിച്ചാണ് അനീഷ കുഞ്ഞിനെ കുഴിച്ചിട്ടത്. 8 മാസത്തിന് ശേഷം കുഞ്ഞിന്റെ അസ്ഥി കർമ്മങ്ങൾ ചെയ്ത് കടലിൽ നിമജ്ജനം ചെയ്യാമെന്ന് പറഞ്ഞ് ബവിൻ വാങ്ങി. പിന്നീടും ഇവർ തമ്മിലുള്ള അവിഹിത ബന്ധം തുടർന്നു. 2024 ഏപ്രിൽ 29 അനീഷയുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് രണ്ടാമത്തെ ആൺകുഞ്ഞിന് ജന്മം നൽകുന്നത്. ആ കുട്ടിയും മരിച്ചെന്ന് അനീഷ ബവിനെ അറിയിച്ചു. കുട്ടിയുടെ മൃതദേഹം സ്കൂട്ടറിൽ ബവിന്റെ ആമ്പല്ലൂരിലെ വീട്ടിലെത്തിച്ചു. മൃതദേഹം ബവിന്റെ വീടിന് സമീപത്ത് കുഴിച്ചിട്ടു. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് 2 പേരും അറിഞ്ഞിരുന്നുവെങ്കിലും മരണത്തിൽ ബവിന് അനീഷയെ സംശയമുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ഇവരുടെ ബന്ധത്തിൽ വിള്ളൽ വീഴുന്നത്. പല കാരണങ്ങളാൽ ഇരുവരും തെറ്റി. ഇതിനിടെ അനീഷ മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങുന്നുവെന്ന സംശയത്തിൽ ബവിൻ ഫോണിലൂടെയും നേരിട്ടും നിരന്തരം അനീഷയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അനീഷ രണ്ടാമതൊരു ഫോൺ കൂടി ഉപയോഗിച്ചിരുന്ന കാര്യം ജനുവരിയിലാണ് ബവിൻ മനസ്സിലാക്കിയത്. ഇതോടെ തന്നോട് ബന്ധം തുടരാൻ അനീഷയ്ക്ക് താല്പര്യമില്ലെന്നും അതിനായാണ് കുഞ്ഞിനെ കൊന്നത് എന്നും ബവിൻ വിശ്വസിച്ചു. ശനിയാഴ്ച അനീഷയെ ബവിൻ ഫോണിൽ വിളിച്ചപ്പോൾ ഏറെ നേരം മറ്റൊരു കോളിലായിരുന്നുവെന്ന് കണ്ടതാണ് ബവിന്റെ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന് കാരണം. ബന്ധുവായ സ്ത്രീയോടാണ് സംസാരിച്ചത് എന്ന് അനീഷ പറഞ്ഞുവെങ്കിലും മദ്യലഹരിയിൽ ബവിൻ വിശ്വാസത്തിലെടുത്തില്ല. നിന്നെ നല്ല രീതിയിൽ ജീവിക്കാൻ സമ്മതിക്കില്ല, കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ബവിൻ ഭീഷണി മുഴക്കി ഫോൺ കട്ട് ചെയ്തു. പിന്നീട് ബവിനെ ഫോണിൽ കിട്ടാതായപ്പോൾ ബവിന്റെ ബന്ധുക്കളെയടക്കം അനീഷ ഫോണിൽ വിളിച്ചുവെങ്കിലും പ്രയോജനമുണ്ടായില്ല. ഇതിനിടെ പുതുക്കാട് സ്റ്റേഷനിൽ ഹാജരായി ബവിൻ കുറ്റമേറ്റിരുന്നു. ബവിൻ മദ്യലഹരിയിലായിരുന്നതിനാൽ മനുഷ്യന്റെ അസ്ഥി തന്നെയാണോ ബാഗിലുണ്ടായിരുന്നത് എന്ന കാര്യത്തിലായിരുന്നു പോലീസുകാർക്ക് സംശയം. തലയോട്ടി, കൈകാൽ അസ്ഥികൾ എന്നിവ പരിശോധിച്ചതിൽ നിന്ന് തന്നെ 2 ശിശുക്കളുടേതാണ് ഇവയെന്ന് ഏകദേശം ഉറപ്പായി. 2 കുഞ്ഞുങ്ങളുടെയും അസ്ഥിശേഷിപ്പുകൾ കുഴുതൂണ്ടിയെടുത്ത് ബാഗിലാക്കി വീടിനുള്ളിൽ സൂക്ഷിക്കാൻ ബവിനെ പ്രേരിപ്പിച്ചത് അനീഷ കൈവിട്ടാൽ പ്രതികാരം ചെയ്യാൻ വേണ്ടിയായിരുന്നു. കുട്ടികൾ മരിച്ചാൽ ചിതാഭസ്മം കടലിൽ ഒഴുക്കിയില്ലെങ്കിൽ മോക്ഷം കിട്ടില്ലെന്നും മാതാപിതാക്കൾക്ക് ദോഷമാകുമെന്നും ബവിൻ അനീഷയെ ബോധ്യപ്പെടുത്തി. കടലിൽ നിമജ്ജനം ചെയ്യാൻ വേണ്ടിയെന്ന് വിശ്വസിപ്പിച്ചാണ് അസ്ഥി അവശിഷ്ടങ്ങൾ അനീഷയെ കൊണ്ട് കുഴി തോണ്ടിയെടുത്ത് ബവിൻ കൈവശപ്പെടുത്തിയത്. ആദ്യ കുഞ്ഞിനെ കുഴിച്ചുമൂടി 8 മാസത്തിന് ശേഷമാണ് കുഞ്ഞിനെ മൂടിയ ഭാഗത്തെ കുഴി തോണ്ടി അസ്ഥി പുറത്തെടുക്കാൻ ബവിൻ അനീഷയോട് ആവശ്യപ്പെട്ടത്. അസ്ഥി പുറത്തെടുത്ത ശേഷം ബാഗിലാക്കി അനീഷ സ്കൂട്ടറിൽ ബവിന് എത്തിച്ചു കൊടുക്കുകയായിരുന്നു. രണ്ടാമത്തെ കുഞ്ഞ് മരിച്ചെന്നറിഞ്ഞപ്പോൾ കുഴിച്ചു മൂടുന്നതിന് പകരം ബാഗിലാക്കി തനിക്ക് എത്തിച്ചു നൽകാനാണ് ബവിൻ ആവശ്യപ്പെട്ടത്. സ്കൂട്ടർ ഓടിക്കാവുന്ന സ്ഥിതിയിലേക്ക് ആരോഗ്യനില അല്പമൊന്ന് മെച്ചപ്പെട്ടപ്പോൾ അനീഷ ആ മൃതദേഹവുമായി ബവിന്റെ വീട്ടിലെത്തി ബാഗ് കൈമാറി. ബവിന്റെ വീടിന് പിന്നിലെ തോടിനോട് ചേർന്നാണ് കുഴിയെടുത്ത് മൂടിയത്. മാസങ്ങൾക്ക് ശേഷം ബവിൻ തന്നെയാണ് കുഴി തോണ്ടി ഈ അസ്ഥികൾ പുറത്തെടുത്തത്. അതേസമയം പ്രായപൂർത്തിയാകുന്നതിന് മുൻപേ അനീഷ ഗർഭിണിയാണ് എന്ന സംശയം അയൽവാസികൾക്കുണ്ടായിരുന്നു. 2021 ആ സംഭവം.
നെന്മണിക്കരയിൽ ലാബ് ടെക്നീഷ്യയായ അനീഷ ആദ്യം ഗർഭിണിയായപ്പോൾ പരിസരവാസിയായ ഗിരിജ സുരേന്ദ്രൻ ഇക്കാര്യം നേരിട്ട് ചോദിച്ചിരുന്നു. അമ്മ സുമതിയും ലോട്ടറി വിൽപ്പനക്കാരനായ സഹോദരൻ അക്ഷയും ഇക്കാര്യം നിഷേധിച്ചു. ആരുമായും അധികം അടുപ്പം സൂക്ഷിക്കാത്ത കുടുംബമാണ് ഇവരുടേതെന്ന് അയൽവാസികൾ പറയുന്നു. ഗിരിജ സംശയം പ്രകടിപ്പിച്ചതിന് പിന്നാലെ തനിക്കെതിരെ അപവാദ പ്രചാരണം നടത്തുന്നുവെന്ന് കാട്ടി അനീഷ വെള്ളിക്കുളങ്ങര പോലീസിൽ പരാതി നൽകി. പോലീസ് മധ്യസ്ഥതയിൽ അന്ന് പരാതി ഒത്തുതീർപ്പാക്കി. ഇതിനുശേഷം അനീഷയുടെ കുടുംബവുമായി സമീപവാസികൾ ആരും ബന്ധം പുലർത്തിയിരുന്നില്ല. അതേസമയം അവിവാഹിതയായ മകൾ അനീഷ 2 തവണ വീട്ടിനുള്ളിൽ പ്രസവിച്ച വിവരം അറിഞ്ഞിരുന്നില്ല എന്നാണ് അമ്മ സുമതി പറയുന്നത്. ഭവനുമായി അടുപ്പമുള്ള വിവരം അറിയാമായിരുന്നുവെങ്കിലും അതിൽ കൂടുതലൊന്നും തനിക്ക് അറിയില്ല എന്നാണ് ഇവരുടെ മൊഴി. അനീഷയ്ക്ക് PCOD ഉണ്ട്. ഇടയ്ക്കിടെ വണ്ണം കൂടുകയും കുറയുകയും ചെയ്യും. ഗർഭിണിയാണെന്നതിനെപ്പറ്റി സൂചനകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭവനുമായുള്ള പ്രണയം അറിയാമായിരുന്നു. എന്നാൽ തനിക്ക് കല്യാണം നടത്താൻ താല്പര്യമില്ലായിരുന്നു. വിവാഹം നടത്തണമെന്നാവശ്യപ്പെട്ട് ഭവിൻ പലതവണ വീട്ടിലെത്തി ശല്യപ്പെടുത്തി. 4 കൊല്ലമായി ഇരുവരും പ്രണയത്തിലായിരുന്നു. ഈയിടെയാണ് ആ കാര്യം താൻ അറിയുന്നത്. അനീഷയുടെ അമ്മയ്ക്ക് ഇവർ തമ്മിലെ അടുപ്പം അറിയാമായിരുന്നുവെങ്കിലും പ്രസവമടക്കമുള്ള വിവരങ്ങൾ അറിയില്ല എന്നാണ് പോലീസിന്റെയും സംശയം. എന്നാൽ ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ്. അമ്മയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. അതിനിടെ അനീഷ ശുചിമുറിയിൽ പ്രസവിച്ചത് യൂട്യൂബ് നോക്കിയാണ് എന്നും മൊഴി നൽകിയിട്ടുണ്ട്. വയറിൽ തുണി കെട്ടിയാണ് ഗർഭാവസ്ഥ മറച്ചുവെച്ചത്. ഗർഭിണിയാണ് എന്നത് മറയ്ക്കാൻ ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഒഴിവാക്കി. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചതും അനീഷയ്ക്ക് ഗുണകരമായി. ബക്കറ്റിൽ കൊണ്ടുവന്ന വീടിനു പിന്നിൽ കുഞ്ഞിനെ കുഴിച്ചിട്ടുവെന്നാണ് അനീഷ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. കുഴിവെട്ടാൻ ഉപയോഗിച്ച തൂമ്പയും തെളിവെടുപ്പിനിടെ അനീഷ പോലീസിന് കാണിച്ചു കൊടുത്തു. ഈ ഒരു സംഭവമാണ് അയൽവാസി കണ്ടത്. ഒരു ദിവസം ഉച്ചയ്ക്ക് വീടിന് പിന്നിൽ കൈക്കോട്ട് ഉപയോഗിച്ച് അനീഷ കുഴിയെടുക്കുന്നതും അതിനുശേഷം ഒരു ബക്കറ്റിൽ എന്തോ കൊണ്ടുവരുന്നതും അയൽവാസി ഗിരിജ കണ്ടിരുന്നു. ഗിരിജ ഇത് മറ്റുള്ളവരോട് പറഞ്ഞതോടെയാണ് തനിക്കെതിരെ അപവാദം പ്രചരിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് അനീഷ പോലീസിൽ പരാതി നൽകിയത്. വെള്ളിക്കുളങ്ങര പോലീസ് ഗിരിജയെ വിളിപ്പിച്ചപ്പോൾ താനല്ല പറഞ്ഞത് എന്ന് അറിയിച്ചതോടെ അവരെ വിട്ടയച്ചു. ഇനി ഇതുപോലെയുണ്ടായാൽ ഫോണിൽ വീഡിയോ എടുത്ത് സ്റ്റേഷനിലേക്ക് വരാനും പോലീസ് പറഞ്ഞുവെന്ന് അനീഷയുടെ അയൽവാസിയായ ഗിരിജ ഇപ്പോൾ പറയുന്നുണ്ട്. അതേസമയം കുഞ്ഞുങ്ങളുടെ അസ്ഥി സൂക്ഷിച്ചു വെച്ചതിന് പിന്നിൽ എന്തെങ്കിലും ആഭിചാര മന്ത്രവാദ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നോ എന്ന സംശയം ഉയരുന്നുണ്ടെങ്കിലും ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയാണ് പോലീസ്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കേസാണ്. കാരണം ഇതിനകത്തിപ്പം കോർപ്പസ് ഡിലിറ്റി എന്ന് പറഞ്ഞാൽ മൃതദേഹം ഇല്ല. അതാണ് ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക്. കോർപ്പസ് ഡിലിറ്റി എന്നാണ് അതിന് പറയുന്നത്. ആ മൃതദേഹാവശിഷ്ടം അല്ലെങ്കിൽ മൃതദേഹം അവിടെ ഇല്ല. അപ്പം പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് കഴിയില്ല. ആകെ കിട്ടിയത് എന്ന് പറയുന്നത് ഈ 2 സ്ഥലത്തെയും അസ്ഥികളാണ് എന്ന് പറഞ്ഞ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ആ ബെബിൻ എന്ന് പറഞ്ഞ വ്യക്തി കൊടുത്തതാണ്. അയാൾക്കിപ്പോൾ 26 വയസ്സുണ്ടെന്നാണ് വന്ന വാർത്തകൾ. അതേസമയത്ത് അനീഷയ്ക്ക് 21 കഴിഞ്ഞു 22ആയി. അപ്പോൾ ആദ്യത്തെ കൊലപാതകം കുട്ടി ജനിച്ച ഉടനെ 2021 നവംബറിൽ കൊടുത്തപ്പം പയ്യന് മേജറാണ്, പക്ഷേ പെൺകുട്ടി മൈനറാണ് എന്നാണ് വരുന്നത്. ഇതൊക്കെ അതിൻ്റെ കോംപ്ലിക്കേഷൻസാണ്. ദുരൂഹത ഏറുന്ന കേസുകളാണിത്. അപ്പോൾ അത് അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടുപിടിക്കണം. ഈ കുട്ടി ഈ പയ്യനും പഠിച്ച സ്കൂളിൽ നിന്ന്, അല്ലെങ്കിൽ അവർക്ക് SLC സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല, രണ്ടുപേരും എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ, സ്കൂളിൽ ചേർന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിച്ച സ്ഥലത്ത് നിന്ന് അവരുടെ ബർത്ത് ഡേറ്റ് കണ്ടെത്തണം. കാരണം 2021 നവംബർ 6 ആ പയ്യൻ ബെബിന് തീർച്ചയായിട്ടും പ്രായപൂർത്തിയായിട്ടുണ്ട്, പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം മൈനറായിരുന്ന സന്ദർഭത്തിലാണ് ആ പെൺകുട്ടി ഗർഭം ധരിച്ചത്. അങ്ങനെയാണെങ്കിൽ ബെബിൻ്റെ പേരിൽ റേപ്പ് കേസ് നിലനിൽക്കും. നിയമപരമായി അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം ദുരൂഹത ഏറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പം സ്കെൽറ്റനിൽ കോർപ്പസ് ഡിലിറ്റി ഇല്ലാത്തതുകൊണ്ട് 302 എന്ന വകുപ്പ് ചേരില്ല. അത് കൊലപാതകമാണെന്ന് പറയാനുള്ള എവിഡൻസ് ഉണ്ടാവില്ല. അപ്പം കൊലപാതകം ആണെന്ന് പ്രൂവ് ചെയ്യാനും കഴിയില്ല. ആകെ ആരോപിക്കപ്പെട്ട ഇരിക്കുന്ന സ്കെലിറ്റൻ അല്ലെങ്കിൽ കുട്ടിയുടെ ആണെന്ന് പറയുന്ന സ്കെലിറ്റൻ മാത്രമേ പോലീസിൻ്റെ കയ്യിലുള്ളൂ. ഇനി ഈ 2 സ്ഥലം കുഴിച്ചിട്ട സ്ഥലത്ത്
അവിടെ എന്തെങ്കിലും മണ്ണിൽ അവശേഷിച്ചിട്ടുണ്ടോ, ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കാൻ ഫോറൻസിക് ഡോക്ടർമാർ അവിടെ വന്ന് ആ കുഴിയെടുത്ത് ആ സ്ഥലങ്ങളിൽ എന്തെങ്കിലും മിച്ചമുണ്ടോ. സാധാരണഗതിയിൽ പ്രസവിച്ച ഉടനെ കുട്ടികൾക്ക് അവരുടെ സ്കെൽറ്റന് കൂടി വന്നാൽ മണ്ണിൽ കുഴിച്ചിട്ടാൽ അത് 1 വർഷത്തിൽ കൂടുതലൊന്നും അതിൻ്റെ മിച്ചമൊന്നും കാണാതെ കിടക്കും. കാരണം 1 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1.5 വർഷം കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നും കാണത്തില്ല. പ്രായപൂർത്തിയാകാത്ത അല്ലെങ്കിൽ ഗ്രോണപ്പായ ഒരു വ്യക്തിയുടെ സ്കെൽറ്റിനോ അങ്ങനെ ശരീരത്തിൻ്റെ ഭാഗങ്ങളോ അല്ല മണ്ണിനടിയിൽ പോയിരിക്കുന്നത്. കൊച്ചുകുട്ടിയുടെയാണ്, പ്രസവിച്ച ഉടനെയാണ്. അത് 1-2 വർഷത്തിൽ കൂടുതലൊന്നും മിച്ചം കാണത്തില്ല. ബാക്കി മുഴുവൻ മണ്ണിൽ ലയിച്ചു പോകും. ആകെ കിട്ടാൻ സാധ്യതയുള്ളത് അവരെ ഹിപ്പ് റീജിയനിലുള്ള, പെൽവിക് റീജിയനിലുള്ള എല്ലുകൾ മാത്രം. അവിടെയാണ് ഏറ്റവും കട്ടിയുള്ള ഒരു മനുഷ്യ ശരീരത്തിൻ്റെ എല്ലുകൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ആ റീജിയനിലുള്ള എല്ല് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും. ഈ പെൺകുട്ടി എടുത്ത എല്ലുകൾ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ വീട്ടിനടുത്ത എല്ലുകൾ കുഴിച്ചിട്ടതിന് ശേഷം 8 മാസം മുമ്പ് കുഴിച്ചിട്ട് 4 മാസം കഴിഞ്ഞപ്പം അതിലെ എല്ലെടുത്തെന്ന് പറഞ്ഞാൽ അതിനുള്ള സാധ്യത കൂടുതലാണ്. അതിൽ നിന്ന് DNA കണ്ടെത്താനും സാധിക്കും. ഇതിനകത്ത് ഇവർ രണ്ടുപേരുടെയും DNA എടുത്തിട്ട് ഈ എല്ലിൻ്റെ DNA ആയിട്ട് കമ്പയർ ചെയ്ത് അപ്പം മാത്രമാണോ ആരാണ്, അല്ലെങ്കിൽ അമ്മയും അല്ലെങ്കിൽ അച്ഛനും അല്ലെന്നുണ്ടെങ്കിൽ പെൺകുട്ടിയും ആൺകുട്ടിയും അവരുടെ ആ എല്ലും കഷത്തെ അവരെ രണ്ടുപേരുടെയും DNA എടുത്ത് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് പൊരുത്തപ്പെടുന്നെങ്കിൽ മാത്രം അവരെ രണ്ടുപേര് കുട്ടികളാണ് എന്ന് പറയാൻ ഒക്കുള്ളൂ. അല്ലാതെ അവരുടെ ഓറൽ മൊഴികൾ, പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരുടെ ഓറൽ മൊഴി അല്ലെങ്കിൽ അവരുടെ കുറ്റസമ്മത മൊഴിക്കൊന്നും വിലയില്ല. അല്ലെങ്കിൽ അത് കോടതിയിൽ അത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ആ പ്രതികളെ കൊണ്ട് പറയിക്കണം. അങ്ങനെ ഒരു എവിഡൻസ് ഉണ്ടാക്കാനും കഴിയത്തില്ല. അതിന് അവർ വില്ലിങ് ആണെങ്കിൽ അവർ വോളണ്ടറി ചെയ്തിട്ട് സ്വയം മനസ്സാലെ പോയി മൊഴി കൊടുത്താൽ അത് നിലനിൽക്കും, അല്ലെന്നുണ്ടെങ്കിൽ നിലനിൽക്കത്തില്ല. DNA എടുത്തു കഴിയുമ്പോൾ പെൺകുട്ടിയുടെ മാത്രം മാച്ച് ചെയ്തും ആൺകുട്ടിയുടെ മാച്ച് ചെയ്തില്ലെങ്കിൽ ഇത് മറ്റാരുടെയെങ്കിലും ആണ് എന്നും പറയേണ്ടി വരും. അതുകൊണ്ട് ഒരു മർഡർ കേസ് ഒരിക്കലും ഈ കേസിനകത്ത് പ്രൂവ് ചെയ്യാൻ പോലീസിന് കഴിയില്ല. കാരണം ബോഡി ഇല്ലാത്തതുകൊണ്ട് ആകെ കിട്ടിയിരിക്കുന്ന സ്കെൽറ്റനാണ്. ആ സ്കെൽറ്റൻ വെച്ചുകൊണ്ട് ഒരു മർഡർ പോസ്റ്റ്മോർട്ടം ഫോറൻസിക്കാർക്ക് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. പിന്നെ അത് മനുഷ്യ ശരീരത്തിൻ്റെ ആണോ ഇല്ലയോ എന്ന് കണ്ടെത്തണം. ആ കുഴിച്ചിട്ട സ്ഥലത്ത് അതിൻ്റെ സെഡിമെൻറ്റോ എന്തെങ്കിലും മണ്ണുമായിട്ട് അരിഞ്ഞു ചേർന്നത് അതിൻ്റെ ടിഷ്യൂസ്, മനുഷ്യൻ്റെ ടിഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നഖോ അല്ലെങ്കിൽ ഹെയർ എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ അത് മനുഷ്യ ശരീരത്തിൻ്റെ അവയവത്തിൻ്റെ ഭാഗമാണോ എന്നും തെളിയിക്കേണ്ടി വരും. അതുകൊണ്ട് കൊലപാതകം പ്രൂവ് ചെയ്യില്ലെന്ന് ഉറപ്പായി. അതിനകത്ത് എത്ര ശ്രമിച്ചാലും അതിനകത്ത് സ്കെൽറ്റൻ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ബോഡി ഇല്ലാത്തതുകൊണ്ട് നമുക്കത് കഴിയത്തില്ല. മനുഷ്യ അസ്ഥി എന്ന് തെളിയിക്കണം. ആദ്യമായിട്ട് ഈ കിട്ടിയ അസ്ഥി മനുഷ്യ അസ്ഥിയാണെന്ന് തെളിയിക്കണം. മറ്റ് ഏത് ഭാഗത്തെ അസ്ഥിയാണെന്നോ അതറിയണം. കാരണം കുഴിച്ചിട്ട ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ജനിച്ച ഉടനെ കുഴിച്ചിട്ട കുട്ടിയുടെ 1-2 വർഷത്തിൽ കൂടുതലൊന്നും അത് മണ്ണിൽ അതിൽ ഉണ്ടാകാതെ വരും. കാരണം അത് ലയിച്ച് ചേർന്ന് പോകും. അതുകൊണ്ട് ആ കിട്ടിയത് ഇവർ രണ്ടുപേരിലുണ്ടായ കുട്ടിയുടെ ആണെന്ന് തെളിയിക്കാൻ അല്പം ബുദ്ധിമുട്ട് പോലീസിന് വരും. പ്രത്യേകിച്ച് 4 വർഷം കഴിഞ്ഞ ശേഷമാണ് ആ ആദ്യത്തെ കുട്ടിയുടെ അവശിഷ്ടം നമ്മൾ കണ്ടെത്താൻ 4 വർഷമെങ്കിലും കഴിഞ്ഞ ശേഷമാണ് ആ സ്കെൽറ്റൻ കിട്ടിയിരിക്കുന്നത്. ഇനി അവിടെ മാന്തി നോക്കുമ്പം വേറെയും സ്കെൽറ്റൻ കാണാം. കിട്ടിയെങ്കിൽ ഭാഗ്യം. കിട്ടാനുള്ള സാധ്യത ആദ്യത്തെ പ്രസവത്തിൻ്റെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. രണ്ടാമത്തെ പ്രസവം കാരണം 8 മാസം ആയതുകൊണ്ട് അതിനകത്ത് മുഴുവൻ മണ്ണിൽ ലയിച്ച് ചേരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ലഭിക്കാനുള്ള സാധ്യത കൂടുതലുമാണ്. ഏതായാലും DNA ബേസ് ചെയ്ത് മാത്രം ഇത് മനുഷ്യ ശരീരത്തിലെ അസ്ഥിയാണോ ഇവർ രണ്ടുപേരുടെ ഇന്നുണ്ടായ കുട്ടിയുടെ അസ്ഥിയാണോ എന്ന് തെളിയിക്കാൻ സാധിക്കും. അങ്ങനെ തെളിയിച്ചാൽ തന്നെ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. കാരണം ആ കുട്ടിയെ കൊന്നതാണെന്ന് തെളിയിക്കാൻ കഴിയില്ല. അത് തന്നെയല്ല ഈ പെൺകുട്ടി പ്രസവിച്ചതാണോ ഇല്ലയോ എന്ന് പറയാൻ ഒക്കില്ല. കാരണം പ്രസവിച്ചതിന് റെക്കോർഡൊന്നുമില്ല. പെൺകുട്ടി പ്രസവിച്ച ശേഷം ഒരു ഹോസ്പിറ്റലിലും ഫസ്റ്റ് എയ്ഡിനോ അങ്ങനെ ഒന്നിനും പോയിട്ടില്ല. ബ്ലീഡിങ് ഉണ്ടായിട്ടൊന്നും പോയിട്ടില്ല. അത് തന്നെ ആ പെൺകുട്ടി അത് തന്നെ അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റിക്കളഞ്ഞു. അമ്മ പോലും അറിഞ്ഞില്ല എന്നാണ് ഇപ്പം പറയുന്നത്. അമ്മയെ അറിയാതെ ഒക്കില്ല. കാരണം വീട്ടിലാണ് 2 പ്രസവവും നടന്നത്. അത് യൂട്യൂബിലും ഒക്കെ നോക്കി പ്രസവം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് കണ്ട് പഠിച്ചിട്ടാണ് അത് ആ കാര്യം ചെയ്തതെന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. ലാബ് ടെക്നീഷ്യൻ എന്തോ പാസ്സായ കുട്ടിയായതുകൊണ്ട് കുറച്ചുകൂടെ ആ കാര്യത്തിൽ വൈദഗ്ധ്യം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്തായാലും ഇപ്പോഴത്തെ പോലീസിൻ്റെ അന്വേഷണത്തിൽ
മികവുറ്റ ഒരു അന്വേഷണം കാഴ്ചവെച്ചാൽ കുറേയൊക്കെ ഭാഗങ്ങൾ തെളിയുമെങ്കിലും മർഡർ ഒരിക്കലും തെളിയത്തില്ല. കോടതിയിലെ ഇത് ഇവരുടെ കുട്ടിയാണെന്ന് അല്ലെങ്കിൽ കുട്ടിയുടെ അസ്ഥിയാണെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിയണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കെൽറ്റൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇപ്പം രണ്ടാമത്തെ പ്രസവത്തിൽ ആ കുട്ടിയെ അവർ കൊന്ന ശേഷം, അത് ജനിച്ചപ്പോൾ അത് നിലവിളിച്ചു വാവത്തിപ്പിടിച്ച് അതിനെ കൊന്ന ശേഷം അനീഷ പറയുന്നത് തൻ്റെ വീടിനടുത്ത് ഒരു ബക്കറ്റിനകത്ത് അത് വെച്ചു അതിനുശേഷം കൊണ്ട് കുഴിച്ചിട്ടു എന്നാണ്. ആ സ്ഥലം എന്തായാലും ഫോറൻസിക് കാര്യം അവർ പരിശോധിക്കും. കാരണം അത് 8 മാസം മുമ്പാണ്. ആഡിപ്പോസിയർ സ്റ്റേജിലായിരിക്കാനുള്ള സാധ്യത ഉണ്ടാവും. സയൻറ്റിഫിക് നെയിമാണ് ആഡിപ്പോസിയർ. ആഡിപ്പോസിയർ ആണെങ്കിൽ ചീഞ്ഞഴുകി കുറച്ചൊക്കെ അവിടെ മിച്ചം ഉണ്ടാവും. കാരണം അതാണ്. അല്ലെങ്കിൽ ഒരു കടാവർ, അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് കടാവർ സ്റ്റേജിൽ വരാനുള്ള സാധ്യത വളരെ കുറവ്. കടാവർ സ്റ്റേജിലാണെങ്കിൽ മരുഭൂമിയിലൊക്കെ ഒരാൾ മരിച്ച് അവിടുത്തെ ചുട്ടുപൊള്ളുന്ന മണലിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് മീൻ ഉണങ്ങി വരുന്ന പോലെ ഇരിക്കും മനുഷ്യ ശരീരം. അതിനാണ് കടാവർ എന്ന് പറയുന്നത്. ഇവിടെ കടാവർ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിറകുള്ളി പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യ ശരീരം എന്ന് പറയാനൊക്കെ ഉള്ളൂ. അതുപോലെ ആഡിപ്പോസിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളവും ഉള്ള നനവുള്ള സ്ഥലത്തും അതേസമയത്ത് ഒരു കുറച്ച് നേരം നല്ല ചൂട് വരും, അതിനുശേഷം പിന്നെ രാത്രി തണുക്കും. അങ്ങനെയുള്ള ഒരു ബോഡി, അത് ആഡിപ്പോസിയർ സ്റ്റേജ് എന്നാണ് പറയുന്നത്. ആ കണ്ടീഷനിലേ അത് കാണാൻ പറ്റുള്ളൂ. അപ്പം ഈ രണ്ടാമത്തെ പ്രസവത്തിലുള്ള ആ കുഴിച്ചിട്ട കുട്ടിയുടെ തീർച്ചയായിട്ടും അതൊരു ചെറിയ മാർഷി പ്ലേസ് ആണ്. അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവശിഷ്ടം ഒരു ആഡിപ്പോസിയർ സ്റ്റേജിൽ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫോറൻസിക് ഡോക്ടർ അത് വന്ന് പരിശോധിച്ച് അവിടുത്തെ മണ്ണിൽ കലർന്ന ആ ടിഷ്യൂ, ആ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം കോരിയെടുത്ത് പരിശോധിച്ചാൽ അത് മനുഷ്യ ശരീരത്തിലെ സെല്ലുകളാണോ ഇല്ലയോ എന്നറിയാൻ പറ്റും. അവിടെ കുഴിച്ചിട്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ബോഡി കുഴിച്ചിട്ടെന്നല്ലാതെ കൊന്നിട്ട് കുഴിച്ചിട്ടെന്നാണെന്ന് തെളിവ് ഒരിക്കലും ലഭിക്കാൻ സാധ്യതയില്ല. പിന്നെ ഈ 2 സ്ഥലത്തും ചിലപ്പം ഭാഗ്യമുണ്ടെങ്കിൽ ഹെയർ അല്ലെങ്കിൽ തലമുടി കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും. സോഫ്റ്റ് തലമുടിയാണ് കുട്ടികളുടെ 2ൻ്റെ എങ്കിലും ചിലപ്പം അവിടുത്തെ ആ സ്റ്റേജ് അനുസരിച്ച് ചിലപ്പം തലമുടി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ തലമുടി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ DNA എടുക്കാനായിട്ടും വളരെ ഈസി ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. സയൻസ് വളരെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷേ ടൈം ഓഫ് ഡെത്ത് ഒരിക്കലും സ്കെൽറ്റൻ്റെ കണ്ടുപിടിക്കാൻ കഴിയില്ല. എപ്പോഴാണ് കൊന്നത് അത് സാധിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ പെൺകുട്ടിയും ആൺകുട്ടിയും തങ്ങളുടെ കുട്ടിയാണ്, ഇവൾ പ്രഗ്നൻ്റ് ആയിരുന്നു, അതിൻ്റെ ആണ് എല്ലെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും കോടതി വില പോവില്ല. മനുഷ്യ ശരീരമാണോ അതിലെ അസ്ഥിയാണോ എന്ന് മാത്രം തെളിയും ഇതിനകത്ത്. വേറൊന്നും ഇതിനകത്ത് തെളിയാനുള്ള സാധ്യത ഇല്ല, ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അതിനപ്പുറം ഒരു എവിഡൻസ് ഇതിനകത്ത് ഉണ്ടാക്കാൻ പോലീസിന് കഴിയില്ല. സാക്ഷിമൊഴികളൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടിയുടെ വീടിൽ നിന്ന് ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് പോയി അവിടെ എന്താ കുഴിച്ചിടുന്ന കണ്ടെന്ന് പറഞ്ഞാൽ അതിനൊന്നും എവിഡൻഷറി വാല്യൂ ഇല്ല കൊലപാതകമായിട്ട്. അത് എന്തെങ്കിലും ഞാൻ വേസ്റ്റ് കുഴിച്ചിട്ടെന്ന് പറഞ്ഞാൽ അത് തീർന്നു, 2 പേരുടെയും മൊഴി അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് ഈ 2 സ്ഥലങ്ങളിലും കുഴിച്ചിട്ട് ഈ കഥകൾ നമുക്ക് കുറ്റചാർജിനകത്ത് ചേർത്ത് വെക്കാവുന്നല്ലാതെ എവിഡൻസ് ചേർത്ത് വെക്കാനായിട്ട് കഴിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എത്ര പോലീസ് പാടുപെട്ടാലും ശരി, ഏത് രീതിയിൽ അന്വേഷണം മികവുറ്റതാക്കി മുന്നോട്ട് കൊണ്ടുപോയാലും ശരി, ഒരു കൊലപാതകം നിലനിൽക്കില്ല എന്ന് ഉറപ്പായി. അത് തന്നെ ഇത് മനുഷ്യ ശരീരമാണെന്ന് മാത്രമേ തെളിയുകയുള്ളൂ. അത് ഇവരെ 2 പേരും കുട്ടികളാണെന്നും തെളിയാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അതുകൊണ്ട് എവിഡൻഷറി വാല്യൂ വളരെ വീക്കായ, എത്ര നല്ല അന്വേഷണം നടത്തിയാലും ശരി, എവിഡൻഷറി വാല്യൂ വളരെ വീക്കായ ഒരു കേസ് തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇതിനകത്ത് ഈ ഒരു സംഭവം കേരളത്തിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയെങ്കിലും ചില സാമൂഹ്യമായ തിന്മകൾ ഇതിനകത്തുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം പ്രായപൂർത്തിയായ 2 പേര് തമ്മിൽ സൗഹൃദം പുലർത്തുന്നതിനും ഒന്നും തടസ്സമില്ല ഇന്ത്യയിൽ. അത് തന്നെയല്ലേ അവർ അങ്ങനെ സൗഹൃദത്തിൽ വരുമ്പം അതിലുണ്ടാകുന്ന കുട്ടികൾ നിയമപരമായി ആര് സംരക്ഷിക്കും എന്നുള്ളതാണ്. ഇവിടെ അവർ കൊന്നു കളഞ്ഞു. സാധാരണഗതിയിൽ അത് ആര് സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അങ്ങനെ ഒന്നിച്ച് ജീവിക്കുന്നതിന് തടസ്സമില്ല, കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമില്ല. അതേ സമയത്ത് അതിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾ, ഇവർക്ക് 2 പേർക്കും സ്വത്തുണ്ടെങ്കിൽ ആ കുട്ടി ജീവിക്കുന്നെങ്കിൽ 2 പേരുടെയും സ്വത്തിന് അവകാശിയാണ് ആ കുട്ടി. അത് DNA അത് കുട്ടിയുടെയും അതുപോലെ തന്നെ മാതാപിതാക്കൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലിവിങ് ടുഗദറിലോ അല്ല അങ്ങനെ ഉള്ള 2 പേരുടെ അവരുടെ DNA ആയിട്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലീഗൽ ഹെയർ അവർ 2 പേര് നിയമപരമായ
പിന്തുടർച്ചക്കാരനാണ് ആ കുട്ടിയെന്ന് തെളിയിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരുടെ സ്വത്തിൻ്റെ അവകാശം അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ നിയമപരമായി ഇന്ത്യയിലെ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നതിന് തടസ്സമില്ല. പക്ഷെ അത് സാമൂഹ്യമായ പല ഇതുപോലുള്ള പ്രശ്നങ്ങളും നിയമപ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതും നമ്മുടെ മാതൃകാപരമായ ജീവിത രീതിയാണ് ഇന്ത്യയിലുള്ളത്. അതിന് വിഘാതമായി ഇങ്ങനൊരു തലമുറ വന്നാൽ അങ്ങനെ ജനിക്കുന്ന കുട്ടികൾ അത് വലിയ സാമൂഹികമായ പല പ്രശ്നങ്ങളും ഇന്ത്യയിലുണ്ടാക്കും, നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ലിവിങ് ടുഗദറും അതിലുണ്ടാകുന്ന കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾ അവർ കൊലക്കേസിനകത്ത് പ്രതിയായി പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ. രണ്ടാമത് അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് പൗരത്വം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറഞ്ഞു വരുന്നു. അതിനൊക്കെ ലീഗൽ കടമ്പകളെല്ലാം കടന്നു പോകേണ്ടി വരും. എങ്കിലും പൊതുവായി ഇന്ത്യയിലെ അല്ലെങ്കിൽ വിദേശത്തെ അല്ല, ഇന്ത്യയിലെ നമ്മുടെ കുടുംബ പശ്ചാത്തലവും സാമൂഹിക രീതിയും എല്ലാം ഒരു വിവാഹം കഴിച്ച് അവർ നാട്ടുകാരുടെ മുമ്പിലും എല്ലാ ബന്ധുക്കളുടെ മുമ്പിൽ വെച്ച് പരസ്പരം വിവാഹം കഴിച്ച് ജീവിക്കുന്നതാണ് ഉത്തമം. കാരണം കുട്ടികളുണ്ടാകുന്നതിന് അവർക്ക് മാതാപിതാക്കളുണ്ടാവും, വല്യപ്പന്മാരും വല്യന്മാരും ഉണ്ടാവും, സമൂഹത്തിലുള്ളവർക്കറിയില്ല ഇന്ന ആൾക്കാരുടെ കുട്ടികളാണത്. അങ്ങനെ ഒരു പാരമ്പര്യമായിട്ട് നമുക്ക് നിയമപരമായി അല്ലെങ്കിൽ കുടുംബപരമായി അവർക്ക് മുന്നോട്ട് സഞ്ചരിക്കാം. കുട്ടികൾക്ക് മാതാപിതാക്കൾ ലീഗലായിട്ടുണ്ട്, 10 പേരുടെ മുമ്പിൽ പറയാം. ഇവിടെ ഒളിച്ചും പാത്തും ഇങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾ അനാഥരാവും. ആ കുട്ടികളെ കൊന്നുകളയാനുള്ള ശ്രമമാണ് മിക്കവാറും എല്ലാവരും ഈ ലിവിങ് ടുഗദറും ഇതുപോലുള്ള അവിശുദ്ധ ബന്ധത്തിൽ ഉണ്ടാകുന്ന കുട്ടികളെ സാധാരണഗതിയിൽ 99% കൊന്നുകളയുന്ന ചരിത്രമാണ് കേരളത്തിൽ കാണുന്നത്. അത് സാമൂഹ്യമായ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. കാരണം അതൊരു പാഠമായിട്ടിരിക്കട്ടെ എല്ലാവരും. ആ കുട്ടിയുടെ അവസ്ഥ അങ്ങനെ ജനിക്കുന്ന കുട്ടികളെ കൊന്നുകളയുന്നു മാത്രമല്ല, മാതാപിതാക്കൾ അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛനും അമ്മയും നിയമപരമായി ജയിലിലേക്ക് പോകേണ്ട കാഴ്ചകളും വരുന്നുണ്ട്. ഇവിടെ നിയമത്തിൻ്റെ അപര്യാപ്തത കൊണ്ടല്ല, ഇതിനകത്തുള്ള തെളിവിൻ്റെ അപര്യാപ്തത കൊണ്ടാണ് ഇവർ രണ്ടുപേരും രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്.